കോൺഗ്രസിൽ അനിൽ ആന്റണി പോയത് തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി. പ്രത്യേകിച്ച് AK ആന്റണി കോൺഗ്രസിന്റെ ഒരു എടുത്തു പറയേണ്ട മുഖമായിരുന്നു. അപ്പൊ അനിൽ ആന്റണിയും BJP-യിലേക്ക് വന്നു. ഇപ്പൊ പത്മജ വേണുഗോപാലിനും BJP-യിലേക്ക് വടകരയിൽ K മുരളീധരൻ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോഴാണ് പത്മജ BJP-യിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. എന്തായിരിക്കും ഈ പത്മജയെ BJP-യിലേക്ക് എത്താനുള്ള ഒരു കാരണം? അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ തുറന്ന് ഇതിനു മുന്നേ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ് PC ജോർജ്. ഒരുപാട് ആളുകളെ കണ്ടിട്ടുള്ളതാണ്. കരുണാകരൻ ഉൾപ്പെടെ, കരുണാകരൻ കൈപിടിച്ചുയർത്തിയവരെ ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് PC ജോർജ്. അങ്ങനെ ഉള്ള PC ജോർജിനെ നന്നായിട്ട് അറിയാം എന്തുകൊണ്ടായിരിക്കണം പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് വന്നതെന്ന്. എന്തായിരിക്കാം ആ കാരണം? ഞാന് ഒരു അരമണിക്കൂർ മുമ്പ് പത്മജയായിട്ട് സംസാരിച്ചത്. നേരത്തെ എന്നെ വിളിച്ചിരുന്നു, ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇനി മര്യാദ പോലും ആ മഹതിയോട് പ്രകടിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, കരുണാകരന്റെ മകളാണ്. കരുണാകരന്റെ രാഷ്ട്രീയം കണ്ട് വളർന്നു വന്ന് അതിപ്രഗത്ഭയായ ഒരു സ്ത്രീയാണ് അവര്. അവരെ അംഗീകരിക്കേണ്ട എന്ന് പറഞ്ഞ, പക്ഷെ അംഗീകരിക്കുന്നില്ലെങ്കിലും അവരെ ഒരു സ്ത്രീ ആയി ഒരു പല ലീഡറായിട്ട് കാണാനുള്ള മര്യാദയെങ്കിലും കാണിക്കേണ്ട ഈ കോൺഗ്രസ്. അതില്ല. അവരെ പുച്ഛിച്ചു തല്ലുക, അവർ പോട്ടെ എന്ന് പറയുക. അവർ പോവല്ല, അതിനെന്ത് ചെയ്യും? വളരെ അന്തസ്സായിട്ട് BJP-യിലേക്ക് പോരാൻ ഞാൻ തന്നെയാ പറഞ്ഞത്. അവരെ വളരെ വളരെ വലിയ അംഗീകാരത്തോടെ അവരെ BJP സ്വന്തം പോലെ കൊണ്ടു നടക്കും, ഒരു സംശയമില്ല. ഇങ്ങനെ അവഗണനയൊന്നും BJP-യിൽ നിന്നുണ്ടാവില്ല. നല്ല നിലയിൽ അവർക്ക് പോകാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഈ അനിൽ ആന്റണി. AK ആന്റണി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന്റെ മകൻ ഇങ്ങനെ കേരളമായിട്ട് ഒരു ബന്ധവുമില്ല. പത്മജയും അനിലുമായിട്ടുള്ള വ്യത്യാസം, പത്മജ കേരളത്തിൽ അടിച്ചു കളിച്ച് വളർന്നയാളാണ്. പക്ഷെ അനിൽ ആന്റണി ഡൽഹിക്ക് രാഷ്ട്രീയമായിട്ട് വളർന്നയാളാണ്. പക്ഷെ എങ്ങനെ ആന്റണിയുടെ മകൻ ഇങ്ങനെ പോയി, അത് ആന്റണിയാ പറഞ്ഞത്, ഞാനല്ല. ഏതായാലും അനിൽ ആന്റണി BJP-യിലേക്ക് വന്നപ്പോ BJP എത്രമാത്രം മാന്യമായി അനിൽ ആന്റണിയെ സ്വീകരിച്ചെന്നുള്ള ലോകം കണ്ടു. അതുപോലെ പത്മജയ്ക്കും വളരെ മാന്യമായി അംഗീകാരം കൊടുത്തുകൊണ്ട് BJP മുമ്പോട്ട് കൊണ്ടുപോകും, ഒരു സംശയം വേണ്ട. എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അസ്തമിക്കാൻ പോവുക. കേരളത്തിൽ കോൺഗ്രസ് സാധനം നിൽക്കില്ല. ഇപ്പോൾ ഉള്ള MLA-മാരുൾപ്പെടെ ആരെങ്കിലും MP-മാർ ജയിച്ചാൽ അവരുൾപ്പെടെ BJP ചേരുന്ന സാഹചര്യം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ഈ ആരായിരിക്കും ഇവരെ മാനസികമായി, അത് ഇവര് തന്നെ പറയുന്നുണ്ട്, അച്ഛൻ കൈപിടിച്ചുയർത്തിയ ഒരുപാട് പേർ തനിക്കെതിരെ തിരിഞ്ഞുകൊത്തി, തൃശ്ശൂരിൽ തന്നെ തോൽപ്പിക്കാൻ പോലും പലരും കച്ചകെട്ടി ഇറങ്ങി, തന്നോടൊപ്പം നിൽക്കാത്ത അല്ലെങ്കിൽ ഒരിക്കൽ നിൽക്കില്ല എന്ന് കരുതിയ പലരും തന്നെ കൈപിടിച്ചുയർത്താനും താൻ തളർന്ന സമയത്ത് തനിക്ക് താങ്ങാവാനും ഒക്കെ ഉണ്ടായിരുന്നു. ആരാണ് പത്മജയെ ഇത്രത്തോളം പാർട്ടിക്കുള്ളിൽ ബുദ്ധിമുട്ടിപ്പിച്ചതും വേദനിപ്പിച്ചതും? അത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം മുഴുവൻ അവർക്ക് പാരയായിരുന്നു. ഞാൻ ആരുടെ പേര് പറഞ്ഞ് വ്യക്തിപരമായി ആക്രമിക്കുന്നത് ശരിയല്ലല്ലോ. അതങ്ങനെ ഉണ്ടെങ്കിൽ പത്മജ തന്നെ സ്വന്തം തുറന്നു പറയട്ടെ. ഏതായാലും അവർക്ക് മാന്യമായ അംഗീകാരം കൊടുക്കാതെ അവഗണിച്ചു എന്ന ഏറ്റവും വലിയ പാപമാണ് കോൺഗ്രസ് പാർട്ടി അവരോട് കാണിച്ചത്. അതൊരു സത്യമാണ്. അതിന് പരിഹാരമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. എന്ത് അംഗീകാരമാണ് അവർ കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിച്ചത്? ഒരു സ്ഥാനമാനങ്ങൾ രണ്ടാം മിണ്ടുക എന്നുള്ളൊരു മര്യാദ കാണിക്കുക, പഴയ ആളായിരുന്നു കാണിക്കുകയാണെന്ന് മനസ്സിലാക്കുക, കരുണാകരന്റെ മകളാണെന്ന് അംഗീകരിക്കുക, ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസ് ആണെന്ന് അംഗീകരിക്കുക, എല്ലാവരും നശിപ്പിക്കപ്പെട്ട് ഇല്ലാതിരുന്ന കോൺഗ്രസിനെ കേരളത്തിൽ തിരിച്ച് ജീവൻ വെപ്പിച്ചുകൊണ്ടെന്ന മഹാനായ നേതാവാണ് കരുണാകരൻ എന്ന് അംഗീകരിക്കുക, ആ കരുണാകരൻ മകളാണ് പത്മജ എന്ന് അംഗീകരിക്കുക. ഇതൊക്കെ ഒരു മര്യാദയുണ്ട്. ഇതിപ്പോ എല്ലാം നമ്മുടെ ഇടപാടാ എന്ന് പറഞ്ഞ് കച്ചവടം ഇറങ്ങി നടക്കും. ഇനിയും പോവില്ല, ഇതുപോലെ നോക്കിയോ കാണാം. ഇതിപ്പോ നമ്മൾ K മുരളീധരന് ഇതൊരു തിരിച്ചടിയാവോ വടകരയില്? ഈ ഒരു തിരിച്ചടി മുരളീധരൻ രാഷ്ട്രീയം, പത്മജ രാഷ്ട്രീയം. അതിനകത്ത് മുരളീധരനെ ഇപ്പൊ പാര വെക്കാൻ പോകേണ്ട കാര്യം പത്മജയ്ക്ക് തന്നെ. മുരളീധരൻ രാഷ്ട്രീയമായിട്ട് പോട്ടെ, പത്മജ ഒരു BJP നേതാവ് നിലയിൽ മുന്നോട്ട് പ്രവർത്തിക്കട്ടെ. രണ്ടും രണ്ടില്ല വഴി, അതിന് ഒരു കുഴപ്പമില്ല. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാരയുടെ പ്രശ്നമൊന്നുമില്ല. സഹോദരങ്ങളല്ലേ. ഒരൊറ്റ കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഇനി കരുണാകരന്റെ പേര് പറഞ്ഞ പത്മജ വേണുഗോപാൽ എവിടെയെങ്കിലും ഇറങ്ങിയാൽ ആ ഒരു പേര് ഉപയോഗിച്ച് എന്തെങ്കിലും പറഞ്ഞാലോ നേടിയാലോ
യൂത്ത് കോൺഗ്രസുകാർ അവരെ വഴിയിൽ തടയും, പ്രതിഷേധമുണ്ടാക്കും. ആ അച്ഛന്റെ ഒരു ഇതെങ്കിലും കാണിക്കണമായിരുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അപ്പോ അത്തരത്തിൽ പ്രതിഷേധങ്ങൾ കരുണാകരന്റെ മകൾ എന്നതിനപ്പുറം വലിയ പ്രതിഷേധങ്ങൾ അവർക്കെതിരെ ഉയരുന്നുണ്ട്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആര് പോയാലും അവരെ ഇത്തരത്തിൽ പുറകെ പിന്തുടർന്ന് ദ്രോഹിക്കുന്ന ഒരു നടപടി അത് കോൺഗ്രസ് പണ്ടേ പിന്തുടരുന്ന ഒരു കാര്യമാണോ? അതെ, കോൺഗ്രസ് ഇപ്പോഴത്തെ പുതിയ സമീപനമാണ്. അതാണ് കോൺഗ്രസിന്റെ കഷ്ടകാലം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ പറഞ്ഞു കൊടുക്കാൻ ഊളത്തിലൊന്നും കാണിക്കരുത്. ഏത് പാർട്ടി ചേരാനും ആർക്കും ഇന്ത്യൻ പൗരന് അല്ലെങ്കിൽ അവകാശമുണ്ട്. അത് കരുണാകരന്റെ മകളെന്നല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തെ മകളെന്ന് പറയാൻ പറ്റുമോ? കരുണാകരന്റെ മകളാണ് പത്മജ എന്ന് തന്നെ പറയുന്നത്. തർക്കവും വേണ്ട. വഴിയിൽ തന്നെ ഒരു ചുക്കും തടയരുത്. ചുമ്മാ ആവശ്യമില്ലാത്ത വർത്തമാനമൊക്കെ എന്തിനാ പറയുന്നത്? കോൺഗ്രസ്സുകാരൻ നിലയ്ക്ക് പോവുക. അവർക്കെതിരെ നിങ്ങൾ പ്രചരണം നടത്തിക്കുമോ കോൺഗ്രസ്? ഒരു വിഷയം നമുക്ക് തർക്കമില്ല. അതിന് കരുണാകരന്റെ മകളാന്ന് പറഞ്ഞാൽ വഴി തടയെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാത്ത കാര്യമില്ല. ധൈര്യമായിട്ട് വഴി തടയും കാണട്ടെ. പണ്ടുകാലത്ത് പാവം കരുണാകരന്റെ മകളെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ പേടിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ സ്ത്രീയെ മഹിജൂർ മാന്യതയെ പെരുമാറാൻ അവരെ സംരക്ഷിക്കാൻ BJPയും RS ഉൾപ്പെടെ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടെന്ന് ഓർത്തിരുന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൊള്ളാം. അത്ര ഇപ്പൊ പറയാനുള്ളൂ.